السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇന്നലെ അതിന്റെ ആദ്യത്തെ 2 വചനങ്ങളെ കുറിച്ച് നാം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി. ഇന്ന് അതിന്റെ 2-ാം പകുതി, അവസാനത്തെ 2 വചനങ്ങളായ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന ആയത്തിന്റെ ചെറിയൊരു വിശദീകരണത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ സൂറത്തിലെ ആദ്യത്തെ 2 ഭാഗത്തെ കുറിച്ച്, അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 2-ാം പകുതി, അഥവാ ലം യലിദ് വലം യൂലദ് എന്ന ഭാഗത്തെ കുറിച്ചാണ്. ലം യലിദ് വലം യൂലദ് എന്നുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധി വിളിച്ചോതുന്ന ഭാഗമാണ്. എന്താണ് അതിന്റെ അർത്ഥം? അവൻ പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെട്ടിട്ടുമില്ല എന്നതാണ് ഇതിന്റെ ലളിതമായ അർത്ഥം. പ്രസവിക്കുക എന്നത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു ഭാഗം വേർപെട്ടു പോകുന്ന പ്രക്രിയയാണ്. അള്ളാഹു ഭാഗങ്ങളില്ലാത്തവനാണെന്ന് ഇന്നലെ നാം മനസ്സിലാക്കി. അവൻ അഹദാണെന്നൊക്കെ പറഞ്ഞു. അവൻ പൂർണ്ണനാണ്. അവനിൽ നിന്ന് ഒന്നും വേർപെടുക സാധ്യമല്ല. അതോടൊപ്പം ജന്മം നൽകപ്പെടുക എന്നാൽ മറ്റൊന്നിനെ ആശ്രയിച്ചു നിലവിൽ വരിക എന്നതാണ്. അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണെന്ന് ഇന്നലെ നാം മനസ്സിലാക്കി. അസ്സമദ് എന്ന വാക്കിലൂടെ അത് നമ്മൾ പഠിച്ചു. എല്ലാവരും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. അള്ളാഹുവിന് മാതാപിതാക്കളോ മക്കളോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ സമദീയത്തിന്, പരമാധികാരത്തിന് വിരുദ്ധമാണത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. ഇവിടെ കുഫുവൻ എന്ന വാക്കിന് അർത്ഥം സമാനമായവൻ, ജോഡിയായവൻ എന്നൊക്കെയാണ്. അള്ളാഹുവിന്റെ ദാത്തിലോ അസ്തിത്വത്തിലോ സിഫാത്തിലോ അഥവാ ഗുണങ്ങളിലോ അഫ്ആലിലോ പ്രവർത്തികളിലോ അവനോട് സാമ്യമുള്ള ഒന്നിനെയും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. സൃഷ്ടികൾക്ക് എത്ര വലിയ കഴിവുണ്ടെങ്കിലും അത് അള്ളാഹു നൽകിയതാണ്. എന്നാൽ അള്ളാഹുവിന്റെ കഴിവോ അത് സ്വയമേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിയും അള്ളാഹുവിന് തുല്യമാവുകയില്ല. സൂറത്തുൽ ഇഖ്ലാസിന്റെ വലിയ വലിയ മഹത്വങ്ങളെ കുറിച്ച് നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഫീ ഖുൽ ഹുവല്ലാഹു അഹദ് വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദലു സുലുസൽ ഖുർആൻ. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. തീർച്ചയായും സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 തുല്യമാണ്. ഖുർആൻ പ്രധാനമായി 3 വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് തൗഹീദാണ്, ഏകദൈവ വിശ്വാസം. രണ്ടാമത്തത് അഹ്കാം, നിയമങ്ങൾ. മൂന്നാമത്തത് ഖസസ്, ചരിത്രങ്ങൾ. ഇതിൽ തൗഹീദിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സൂറത്തായതിനാലാണ് 1/3 എന്ന മഹത്വം ഈ സൂറത്തിന് കൈവന്നത്. രണ്ടാമത്തെ മഹത്വം, ഈ സൂറത്തിനെ സ്നേഹിക്കുന്നത് സ്വർഗപ്രവേശത്തിന് കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ഈ സൂറത്ത് ഓതുന്നത് എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമെന്നും ഹദീസിൽ കാണാം. അള്ളാഹു ഈ സൂറത്തിനെ ഇഷ്ടപ്പെടാനും പ്രിയം വെക്കാനും അതുവഴി സ്വർഗപ്രവേശനം സാധ്യമാകാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.